തുറന്ന പാചകശാല. ഒരു ദിവസം പള്ളിക്കൂടം വിട്ടതും ടോട്ടോച്ചാൻ ആരോടും ഒരക്ഷരം ഉരിയാടാതെ യാത്ര ചോദിക്കുക കൂടി ചെയ്യാതെ ജിയുഗോക സ്റ്റേഷനിലേക്ക് വെച്ചുപിടിച്ചു. ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല, ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല. സ്വയം എന്നോണം അവൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. അത് ഒരു കൊച്ചുകുട്ടിയുടെ നാവിനു താങ്ങാനാവാത്ത പ്രയോഗം തന്നെ, സംശയമില്ല. പക്ഷേ ചിത്രകഥാ പരമ്പരകളിലൊന്നായ റക്യൂഗോ കഥയിലെ കിണറ്റിൽ വീണ് ആളറിയാതെ മുങ്ങിച്ചത്ത ആ കഥാപാത്രത്തിൻ്റെ നെടുനീളൻ പേരിനോളം കുഴപ്പം പിടിച്ചതല്ല. ഏതായാലും ടോട്ടോച്ചാന് അത് അതീവ ശ്രദ്ധയോടെ ഉരുവിടുകയേ നിവൃത്തിയുള്ളൂ. ഇതിനിടയിലെങ്ങാനും ആരെങ്കിലും അടുത്തു വന്ന് ജുഗമു ജുഗമു എന്നാരംഭിക്കുന്ന ആ പ്രസിദ്ധമായ നെടുങ്കൻ പേരെങ്ങാനും പറയാൻ തുടങ്ങിയാലോ? ഇടിവെട്ടി മലയിടുക്ക് അപ്പടി മറന്നത് തന്നെ. എന്തിന്, ചെളിക്കുണ്ടുകൾ ചാടിക്കിടക്കുമ്പോൾ പതിവ് പോലെ ഒന്ന് ചാടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലും സംഗതി കുഴയും. അവൾക്ക് വേറെ നിർവാഹമുണ്ടായിരുന്നില്ല. അത് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല, ഇടിവെട്ടി മലയിടുക്കിൽ. ഭാഗ്യത്തിന് തീവണ്ടിയിൽ ആരും അവളോട് സൊറ പറയാൻ എത്തിയില്ല. രസകരമായ മറ്റെന്തെങ്കിലും കണ്ണിൽപ്പെടാതിരിക്കാൻ അവളും ശ്രദ്ധിച്ചു. അതുകൊണ്ടേതായാലും തൻ്റെ സ്റ്റേഷൻ എത്തിയപ്പോൾ പുതിയ കൗതുകങ്ങളൊന്നുമില്ലാതെ തന്നെ ടോട്ടോച്ചാൻ പുറത്തിറങ്ങി. പക്ഷേ സ്റ്റേഷൻ്റെ പടി കടക്കാൻ തുടങ്ങുമ്പോഴുണ്ട് അതാ അവൾക്ക് പരിചയമുള്ള ഒരു റെയിൽവേ ജീവനക്കാരൻ എതിരെ വരുന്നു. ഹലോ, ഇന്ന് നേരത്തെയാണല്ലേ? അയാൾ ചോദിച്ചു. മറുപടി പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ സംഗതി വീണ്ടും കുഴപ്പത്തിലാകുമെന്ന് മനസ്സിലാക്കി അവൾ സ്വയം നിയന്ത്രിച്ചു. അയാൾക്ക് കൈവീശി യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഗേറ്റു കടന്നതും തൊണ്ടു പൊട്ടുമാർ ഉച്ചത്തിൽ അവൾ അമ്മയെ വിവരമറിയിച്ചു. ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല. ജൂഡോക്കാരുടെ പോർവിളിയോ 47 അംഗ ചാവേർ സൈന്യത്തിൻ്റെ ആക്രമണമോ ആണ് മകൾ അനുകരിക്കുന്നതെന്നായിരുന്നു അമ്മ ആദ്യം കരുതിയത്. അടുത്ത നിമിഷത്തിൽ തന്നെ അവർക്ക് കാര്യം പിടികിട്ടി. ജിയുഗോകയിൽ നിന്ന് 3 സ്റ്റേഷൻ അപ്പുറത്തുള്ള തൊദരോക്കി റെയിൽവേ സ്റ്റേഷൻ അടുത്തായി പ്രകൃതി രമണീയമായ ഒരു പ്രദേശമുണ്ട്. അവിടമാണ് തൊദരോക്കി കീക്കോക്കു അഥവാ ഇടിവെട്ടി മലയിടുക്ക്. ഒരു വെള്ളച്ചാട്ടവും നീർച്ചാലും പച്ചിലക്കാടുകളും ചേർന്നു ചാരുതയാർന്ന അവിടം പഴയ ടോക്കിയോ നഗരത്തിലെ പ്രസിദ്ധി ആർജിച്ച പ്രദേശങ്ങളിലൊന്നാണ്. അവിടെ തുറന്ന പാചകശാല, അതായത് കുട്ടികൾ അവിടെ തുറന്ന പുൽമേട്ടിലിരുന്ന് പാചകം ചെയ്യാൻ പോകുന്നു എന്നർത്ഥം. ഇത്രയും കടുത്ത ഒരു പ്രയോഗം കുട്ടികളെ എങ്ങനെയാണാവോ പഠിപ്പിക്കുക? അമ്മ അത്ഭുതപ്പെട്ടു. പക്ഷേ കുഞ്ഞുങ്ങളുടെ കുതൂഹലത്തിന് എന്തും ലളിതമായി മനസ്സിലാക്കാനാവുമെന്ന് തെളിയിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ അതു ഹൃദിസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. കുഴപ്പം പിടിച്ച ആ വാക്യത്തിൻ്റെ കുരുക്കിൽ നിന്ന് മോചനം കിട്ടിയതിലുള്ള സന്തോഷത്തോടെ പരിപാടിയുടെ വിശദാംശങ്ങൾ ഓരോന്നായി ടോട്ടോച്ചാൻ അമ്മയെ വിവരിച്ച് കേൾപ്പിച്ചു. വരുന്ന വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കുട്ടികളെല്ലാം സ്കൂളിൽ ഒത്തുചേരും. ഒരു ചോറ്റുപാത്രം, സൂപ്പ് ഒഴിക്കാനുള്ള കിണ്ണം, ചോപ്സ്റ്റിക്കുകൾ, ജപ്പാൻ, ചൈന, കൊറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം കോൽ, ഒരു നാഴി അരി, ഇത്രയും കൊണ്ടു ചെല്ലണം. പന്നി സൂപ്പ് ഉണ്ടാക്കാനും പദ്ധതിയുണ്ട്. അതുകൊണ്ട് കുറച്ച് പന്നിയിറച്ചിയും പച്ചക്കറികളും കൂടി വേണം. പിന്നെ ഇടയ്ക്കു ലഘുഭക്ഷണമോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ അതും കരുതാവുന്നതാണ്. പിന്നെ പാചകം ചെയ്ത് കഴിയുമ്പോൾ 2 പാത്രം നിറഞ്ഞു കവിയുമെന്ന് മാസ്റ്റർ പ്രത്യേകം പറഞ്ഞു കേട്ടോ. അവൾ വിട്ടുപോയൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിൽ ടോട്ടോച്ചാൻ അടുക്കളയിൽ അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങി. അമ്മ കറിക്കത്തി കൈകാര്യം ചെയ്യുന്നത്, ചട്ടിയും കലവും ഉപയോഗിക്കുന്നത്, അരി കഴുകി അടുപ്പത്തിടുന്നത് എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അമ്മയുടെ അടുക്കളപ്പണി കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. പക്ഷേ അവളെ കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നാണ്. തിളയ്ക്കുന്ന പാത്രത്തിൻ്റെ മൂടിയോ മറ്റോ വലിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ശൈലിയിൽ അമ്മ പറയും, ഷോ എന്തൊരു ചൂട്! എന്നിട്ട് തിടുക്കത്തിൽ തള്ളവിരലും ചൂണ്ടുവിരലും ചെവി മടക്കിയിലേക്ക് തിരുകും. അതെ, ചെവിയുടെ മടക്ക് നന്നേ തണുത്ത, അമ്മ വിശദീകരിച്ചു. കൈ വലിച്ചെടുക്കുന്ന ആകർഷകമായ ആ ശൈലി അമ്മയുടെ പ്രായത്തിൻ്റെയും അടുക്കളപ്പണിയിലെ തഴക്കത്തിൻ്റെയും സവിശേഷ ലക്ഷണമായി ടോട്ടോച്ചാൻ കരുതി. അവൾ സ്വയം മന്ത്രിച്ചു, ഇടിവെട്ടി മലയിടുക്കിലെ തുറന്ന പാചകശാലയിൽ ഞാനും ഇതേമാതിരി ചെയ്യും, തീർച്ച. അങ്ങനെ കാത്തുകാത്തിരുന്ന വെള്ളിയാഴ്ച വന്നെത്തി. ട്രെയിനിൽ നിന്നിറങ്ങി കാൽനടയായി അവർ ഇടിവെട്ടി മലയിടുക്കിലെത്തി. മാസ്റ്റർ പച്ചിലക്കാടുകളുടെ തണലിൽ കൂട്ടം കൂടി നിന്ന കുട്ടികളുടെ എണ്ണമെടുത്തു. വൃക്ഷത്തലപ്പുകളിലൂടെ അരിച്ചിറങ്ങിയ ഇളം വെയിലിൽ അവരുടെ കുഞ്ഞുമുഖങ്ങൾ തുടുത്തു. തടിച്ചു വീർത്ത മാറാപ്പുകളുമായി മാസ്റ്ററുടെ വാക്കുകൾക്ക് കാതോർത്ത് കുട്ടികൾ നിന്നു. അങ്ങ് ദൂരെ മലയിടുക്കിൽ നിന്നു ചിതറി വീഴുന്ന വിശ്രുതമായ ജലപാതത്തിൻ്റെ ഹുങ്കാര ശബ്ദം അവരുടെ നിശബ്ദതയ്ക്ക് നേർത്തൊരു താളഭംഗി പകർന്നുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ആരംഭിക്കാം, മാസ്റ്റർ പറഞ്ഞു. ആദ്യം എല്ലാവരും കൊച്ചു കൊച്ചു സംഘങ്ങളായി തിരിയണം.
എന്നിട്ട് അടുപ്പ് കൂട്ടി തുടങ്ങാം. ചുടുകല്ലുകൾ നാം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചു പേർക്ക് അരി കഴുകി തയ്യാറാക്കി വെക്കാം. ദാ ഇവിടെ അടുത്ത് തന്നെയാണ് നീർച്ചാൽ. പിന്നെ പന്നി സൂപ്പ് ഉണ്ടാക്കൽ, അത് ഏറ്റവും അവസാനം. എന്താ, നമുക്ക് തുടങ്ങാം. കല്ല്, കത്രിക, കടലാസ് പ്രയോഗിച്ച് കുട്ടികൾ സംഘം തിരിഞ്ഞു. അവർ 50 പേരെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും 6 ഗ്രൂപ്പുകളായി തിരിയാൻ പ്രയാസമുണ്ടായില്ല. കുഴികൾ കുഴിച്ചു ചുറ്റും ഇഷ്ടികയടുക്കി. പാത്രം താങ്ങി നിർത്തുന്ന നേർത്ത കമ്പികൾ കുറുകെ സ്ഥാപിച്ചു. ഒരറ്റത്ത് ആ ജോലികൾ നടക്കുമ്പോൾ മറ്റൊരു സംഘം വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് കയറി. ഇനിയും ഒരു കൂട്ടർ കഴുകാനുള്ള അരിയുമെടുത്തു നീർച്ചാലിൻ്റെ കരയിലേക്ക് പോയി. ഓരോ പ്രവൃത്തിയും കുട്ടികൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. പച്ചക്കറി മുഴുവൻ താൻ അരിഞ്ഞുകൊള്ളാമെന്ന് ടോട്ടോച്ചാൻ സമ്മതിച്ചു. പന്നിസൂപ്പിൻ്റെ ചുമതലയും അവൾക്കു തന്നെ. അവളേക്കാൾ 2 വർഷം മൂപ്പുള്ള ഒരാൺകുട്ടിയും പച്ചക്കറി നുറുക്കാൻ ഒപ്പം കൂടി. പക്ഷേ അവൻ മുറിച്ചിട്ട കഷണങ്ങൾ ആവശ്യത്തിലേറെ വലിയവയോ തീരെ ചെറിയവയോ ആയിരുന്നു. അത് ജോലി ഇരട്ടിയാക്കി. കാര്യം എന്തൊക്കെയായാലും അർപ്പണബുദ്ധിയോടെ അധ്വാനിക്കുന്നുണ്ടായിരുന്നു അവൻ. അവൻ്റെ മൂക്കിൻ തുഞ്ചത്ത് പൊടിഞ്ഞ സ്വേദകണങ്ങൾ വെയിലിൽ വെട്ടിത്തിളങ്ങി. ടോട്ടോച്ചാനാകട്ടെ അമ്മയെ അനുകരിച്ചു വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാബേജ് തുടങ്ങിയ കുട്ടികൾ കൊണ്ടുവന്ന പച്ചക്കറി ഇനങ്ങൾ മുഴുവനും ശരിയായ വലിപ്പത്തിൽ അരിഞ്ഞിട്ടുകൊണ്ടിരുന്നു. കുറച്ച് അച്ചാറ് അവൾ സ്വകാര്യമായി ഉണ്ടാക്കുകയും ചെയ്തു. വഴുതനയും വെള്ളരിക്കയും നേരിയ കഷണങ്ങളാക്കി അവയിൽ ഉപ്പ് തളിച്ചു നന്നായി ഇളക്കിയെടുത്ത രസികൻ അച്ചാറ്. ജോലിക്കിടയിൽ അബദ്ധങ്ങൾ കാട്ടിയ ചില വലിയ കുട്ടികൾക്കു അവളുടെ വക ചില്ലറ ഉപദേശങ്ങളും ഉണ്ടായിരുന്നു. താൻ ശരിക്കുമൊരു വീട്ടമ്മയായി കഴിഞ്ഞു എന്ന് തന്നെ കൊച്ചു ടോട്ടോ വിചാരിച്ചു. അവളുണ്ടാക്കിയ അച്ചാറാകട്ടെ എല്ലാവരിലും വലിയ മതിപ്പുളവാക്കി. ഞാനേ അച്ചാറ് ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ, അവൾ വിനയപുരസരം പ്രഖ്യാപിച്ചു. പന്നി സൂപ്പിൽ മസാലയും മറ്റു വാസനപ്പൊടികളും ചേർക്കാൻ നേരം എല്ലാവരുടെയും മൂക്കുകൾ തനിയെ വിടർന്നു. ഹയ്യാ, ഹാ, ഷ്, ഷ്. ഭ്രമം നിറഞ്ഞ അപശബ്ദങ്ങൾ വിവിധ കോണുകളിൽ നിന്നുയർന്നു. ഒപ്പം നീണ്ടു നിൽക്കുന്ന പൊട്ടിച്ചിരികളും. ആ കോലാഹലത്തിൽ പങ്കുചേർന്ന് പച്ചിലച്ചാർത്തിലിരുന്ന കിളികൾ കൂടി കലപില കൂട്ടി. ഓരോ സൂപ്പ് കലങ്ങളിൽ നിന്നും കൊതിപ്പിക്കുന്ന മണം ഒഴുകി പരന്നു. അടുപ്പിൽ കിടന്ന് എന്തെങ്കിലും വേകുന്നത് അവരിലാരും തന്നെ അന്നേ വരെ നോക്കി നിന്നിട്ടില്ല. തീയുടെ ചൂട് നിയന്ത്രിക്കേണ്ടതെങ്ങനെയെന്ന് അവർക്കറിവുണ്ടായിരുന്നില്ല. മുന്നിലെ തീന്മേശയിൽ വിളമ്പി വെച്ചിരിക്കുന്നത് എടുത്തു ഭക്ഷിക്കുക, അത്രമാത്രമേ അവർ പരിചയിച്ചിട്ടുള്ളൂ. തുറന്ന പാചകശാല അവർക്ക് പകർന്നു കൊടുത്തത് പുതിയ അറിവുകളാണ്. ആഹാരം സ്വയം ഉണ്ടാക്കുന്നതിലെ ആഹ്ലാദം, അതിൻ്റെ കിതപ്പും തളർച്ചയും, പാചകത്തിനിടയിൽ ഓരോ ചേരുവകൾക്കും വന്നു ചേരുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ, എല്ലാ അർത്ഥത്തിലും അത് ആവേശകരമായ ഒരു പുത്തൻ അനുഭവമായിരുന്നു. എല്ലാ ഇഷ്ടിക അടുപ്പുകളിലും വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. പുൽപ്പരപ്പിൽ എല്ലാവർക്കും വട്ടം കൂടിയിരിക്കാൻ പാകത്തിൽ ഒരിടം മാസ്റ്റർ കണ്ടെത്തി. ഓരോ സംഘത്തിൻ്റെയും അടുപ്പിനു മുന്നിലായി ഓരോ കലം ചോറും ഓരോ കലം സൂപ്പും ഉണ്ടായിരുന്നു. അവ ഊണിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് താൻ മുന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം ടോട്ടോച്ചാൻ ഓർത്തത്: അമ്മയുടെ ചൂടുനോക്കൽ വിദ്യ. അതൊന്ന് അഭിനയിച്ചു കാണിച്ച ശേഷമേ അവൾ തൻ്റെ സംഘത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടുപോകാൻ അനുവദിച്ചുള്ളൂ. മൂടി വലിച്ചെടുത്തുകൊണ്ട് അവൾ പ്രകടമായ കൃത്രിമത്വത്തോടെ പ്രഖ്യാപിച്ചു: ഷോ, എന്തൊരു ചൂട്! ശേഷം ഇരു കൈയിലെയും വിരലുകൾ ചെവിമടക്കുകളിൽ തിരുകി. ടോട്ടോച്ചാന് തൃപ്തിയായി. അവൾ പറഞ്ഞു, ഇനി കൊണ്ടുപോവാം. ഒടുവിൽ മുറപ്രകാരം ആ കലവും ഭക്ഷണസ്ഥലത്തേക്ക് മാറ്റി. എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ട് കുട്ടികൾ അവിടെ വട്ടം കൂടിയിരിക്കുകയായിരുന്നു. മറ്റാരിലും അത്ര മതിപ്പുളവാക്കിയില്ലെങ്കിലും ടോട്ടോച്ചാന് തൻ്റെ പ്രകടനത്തിൽ നിഷ്കപടമായ സംതൃപ്തി തോന്നി. മുന്നിലിരിക്കുന്ന ചോറ്റുപാത്രത്തിലും തിളയ്ക്കുന്ന സൂപ്പ് പാത്രത്തിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. കുട്ടികൾ വിശന്നു വലഞ്ഞിരുന്നു. പക്ഷേ ആ വിഭവങ്ങളെല്ലാം അവർ സ്വയം ഉണ്ടാക്കിയതാണ് എന്നതാകുന്നു പ്രഥമവും പ്രധാനവുമായ കാര്യം. ടോമോയിലെ 50 കുട്ടികളും ഒന്നിച്ചു പാടി: ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും. ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്ന ഇറ്റാദോക്കി മാസു ഉരുവിട്ട ശേഷം പച്ചിലക്കാടിന് നടുവിൽ എല്ലാം ശാന്തമായി. ദൂരെ വിശ്രുതമായ ജലപാതം, വീണു തകരുന്ന മുഴക്കം മാത്രം.